السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. واعبد ربك حتى يأتيك اليقين. الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد. رب اشرح لي صدري ويسر لي أمري വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്നേഹ സമ്പന്നരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവ്വലോക രക്ഷിതാവായ റഹ്മാനായ റബ്ബിന്റെ ആജ്ഞകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും കഴിവിന്റെ പരമാവധി ശ്രദ്ധിച്ചും പാലിച്ചും തഖ്വയാർജിച്ചും മുന്നോട്ട് പോകണമെന്ന് ആമുഖമായും ആത്മാർത്ഥമായും സൂചിപ്പിക്കുകയാണ്. റഹ്മാനായ റബ്ബ് അവന്റെ പരിപൂർണാർത്ഥത്തിൽ സൂക്ഷിച്ച് ജീവിതം ക്രമപ്പെടുത്തി ആദ്യ അവസരത്തിൽ തന്നെ സ്വർഗത്തിലേക്ക് പ്രവേശനാനുമതി ലഭിക്കപ്പെടുന്ന മഹാഭാഗ്യവാന്മാരിൽ, ഭാഗ്യവതികളിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഓരോ വിശ്വാസിയും ആത്മാർത്ഥമായി കൊണ്ട് ആഗ്രഹിക്കുന്ന നരകമോചനത്തിന് അവസരം നൽകിയ റഹ്മാനായ റബ്ബ് പരിപൂർണമായും നമുക്ക് ഒരു മാസക്കാലം അതിനു വേണ്ടി എല്ലാ നിലക്കുമുള്ള സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഒരുക്കി തന്നു. അതിനുള്ള ഒരു ശുക്ർ എന്നോണം അവനെ വാനോളം പുകഴ്ത്തിയും വാഴ്ത്തിയും തക്ബീർ ധ്വനികളും മുഴക്കിക്കൊണ്ടാണ് അൽഹംദുലില്ലാ നമ്മളെല്ലാവരും ഈ ഒരു ഈദ് മുസൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. റഹ്മാനായ റബ്ബ് ആ ഒരു സന്തോഷം ഒരിക്കൽ കൂടെ നമുക്ക് നൽകി അനുഗ്രഹിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാ. റഹ്മാനായ റബ്ബ് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള മുഴുവൻ സൽക്കർമ്മങ്ങളും ഒന്നൊഴിയാതെ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും. സഹോദരങ്ങളെ, മഹാഭൂരിഭാഗം വരുന്ന ആളുകളും ഏകദേശം വിശുദ്ധ റമദാൻ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുൻപ് നരകവഴിയിലായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. അതിൽ നിന്നും മാറി അവന്റെ ജീവിതത്തിന്റെ ഇന്നലകളിൽ വന്നുപോയ എല്ലാവിധ പാപങ്ങളും തെറ്റുകളും എല്ലാം കഴുകിക്കളഞ്ഞ് ഒരു പുതു ജീവിതം നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന രൂപത്തിലാണ് റഹ്മാനായ റബ്ബ് നമുക്ക് റമളാനിനെ തന്നത്. ഇന്ന് നാം ധരിച്ച ഈ പുതുവസ്ത്രത്തിന് എത്രത്തോളം മഹത്വമുണ്ടോ, അതിനെത്രത്തോളം തനിമയുണ്ടോ,
അതിനേക്കാൾ ഏറെ ശുദ്ധിയുള്ളൊരു മനസ്സിന്റെ ഉടമകളായിക്കൊണ്ട് മാറാൻ ഒരു വിശ്വാസി കഴിയുന്ന ദിനരാത്രങ്ങൾ ഉപയോഗപ്പെടുത്തിയവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. റഹ്മാനായ റബ്ബ് അത്തരം വിശ്വാസികൾക്ക് നൽകുന്ന വല്ലാത്തൊരു സന്തോഷ വാർത്തയുണ്ട്. സഹോദരങ്ങളെ, ഈദ് മുസല്ലയിൽ ഇരുന്ന് നമ്മൾ കേൾക്കേണ്ട വചനവും അത് തന്നെയാണ്. അല്ലാഹ് പറയാണ്, ഇന്നല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത് ഇന്നാ ലാ നുദീഉ അജ്റ മൻ അഹ്സന അമല. ശരിക്ക് വിശ്വാസം ഓക്കെയാക്കി കഴിവിന്റെ പരമാവധി സൽക്കർമ്മങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കി ആളുകൾക്ക് വാഗ്ദാനങ്ങൾ നൽകിയ റഹ്മാനായ റബ്ബ് ഒന്നുപോലും ലംഘിക്കാത്ത റബ്ബ് പറയാ, ഇന്നാ ലാ നുദീഉ അജ്റ മൻ അഹ്സന അമല. നിങ്ങളുടെ യാതൊരുവിധ പ്രവർത്തനങ്ങളും നന്മകളും റഹ്മാനായ റബ്ബ് മാറ്റുകയില്ല, അതിനെ നഷ്ടപ്പെടുത്തി കളയുകയില്ല എന്നതാണ്. സഹോദരങ്ങളെ, പക്ഷേ അത് നമ്മുടെ ജീവിതത്തിൽ പുലരണമെങ്കിൽ തീർച്ചയായിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഗൗരവപ്പെട്ട ചില ചിന്തകൾ, ഗൗരവപ്പെട്ട ചില തീരുമാനങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. ഒന്നാമത്തെ തീരുമാനം എന്താണെന്നറിയോ? ഒന്നാമത്തെ ചിന്ത എന്താണെന്നറിയോ? എന്തിനായിരുന്നു സഹോദരങ്ങളെ വിശുദ്ധ റമളാനിന്റെ രാപ്പകലുകൾ നമ്മൾ അധ്വാനിച്ചത്? ശക്തമായ പൊരിവെയിലത്തും നമ്മൾ നോമ്പ് നോറ്റല്ലോ, രാത്രി കൃത്യമായിക്കൊണ്ട് നമ്മൾ നമസ്കരിച്ചല്ലോ. മനമൊരുകി എന്തിനാണ് റഹ്മാനായ റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിച്ചത്? നിരന്തരമായ അധികാറുകളെ നമ്മൾ എന്തിനാണ് ഉരുവിട്ടത്? ഒരു ദിവസം ഒരു ജുസ്എങ്കിലും ഏറ്റവും ചുരുങ്ങിയത് പൂർത്തിയാക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചതും ടെൻഷൻ അടിച്ചതും എന്തിനാണ്? വിശിഷ്യ അവസാനത്തെ 10 ഇഅ്തികാഫ് ഇരുന്നത് എന്തിനാണ്? അവിടുത്തെ ഖിയാമുൽ ലൈൽ നിർവഹിച്ചത് എന്തിനാണ്? അവിടുത്തെ ഖിയാമുൽ ലൈലിൽ മനമൊരുകി റഹ്മാനായ റബ്ബിന്റെ സവിധത്തിലേക്ക് കരങ്ങൾ ഉയർത്തി നാം പ്രാർത്ഥിച്ചത് എന്തിനാണ്? റഹ്മാനായ റബ്ബ് പറയാ, ലഅല്ലകും തത്തഖൂൻ, ലഅല്ലകും തത്തഖൂൻ. കൂട്ടരെ, നിങ്ങൾ ഒരിക്കലും പ്രയാസപ്പെടുത്താൻ റഹ്മാനായ റബ്ബ് ഉദ്ദേശിച്ചിട്ടില്ല. മറിച്ച് ഈ പണികളിലൂടെ, ഈ റിസ്ക് നമ്മൾ ഏറ്റെടുത്തതിലൂടെ സ്വർഗാവകാശിക്ക് ഉണ്ടായിരിക്കേണ്ട അടിസ്ഥാന ക്വാളിറ്റിയായ തഖ്വ, ഭയഭക്തി, അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് റഹ്മാനായ റബ്ബ് നമ്മളോട് കൽപ്പിച്ചതും നമ്മളൊക്കെ കഴിവിന്റെ പരമാവധി ശ്രദ്ധിച്ചതും. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ തഖ്വ എന്നുള്ളത് ഈദ് മുസല്ലയിൽ ഇട്ടേച്ച് പോകേണ്ട ഒരു കാര്യമല്ല. വിശുദ്ധ റമളാനിൽ പലപ്പോഴും ആ തഖ്വയുടെ മാധുര്യം അള്ളാന്റെ തൗഫീഖോട് കൂടെ നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞല്ലോ. പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഫോണുകളിലൂടെ, നമ്മൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ ഡിവൈസുകളിൽ റമളാനിന്റെ മുൻപ് തിന്മകളുടെ വലിയൊരു കൂത്തരങ്ങ് സംഭവിച്ചപ്പോഴും വിശുദ്ധ റമളാനിന്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ അതേ ആൾക്ക് തന്നെ, അതേ വഴികളിൽ നിന്ന് തന്നെ തിന്മകൾ മാടി വിളിച്ചപ്പോഴും നോമ്പുകാരനായി എന്നതുകൊണ്ട് നമുക്കൊന്ന് മാറി നിൽക്കാൻ കഴിഞ്ഞു. ഞാൻ നോമ്പുകാരനാണ് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ മാറി നിന്നത്. നമ്മൾ ഇപ്പോൾ തീരുമാനിക്കേണ്ടത്, ഞാൻ നോമ്പുകാരനായിരുന്നു, അതുകൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റുകയില്ല എന്നാണ്. കാരണം നമ്മൾ ആ തിന്മയിലേക്ക് തിരികെ നടക്കാനാണ് തീരുമാനമെങ്കിൽ സഹോദരങ്ങളെ, ഈ പണികളെല്ലാം വെറുതെയാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ ഉള്ളിലേക്ക് പായിപ്പിച്ച കണ്ണുകളെ കൊണ്ട് ഞാൻ ഒരിക്കലും ഇനി ഹറാമ് കാണുകയില്ല എന്ന് തീരുമാനിക്കാൻ കഴിയണം. റഹ്മാനായ റബ്ബിന്റെ വചനാമൃതം കേട്ട ഈ കാതുകളെ കൊണ്ട് ഇനി ഒരിക്കലും ഞാൻ ഹറാമുകൾ കേൾക്കുകയില്ല എന്ന് തീരുമാനിക്കാൻ കഴിയണം. റഹ്മാനായ റബ്ബിന്റെ ഇഷ്ടവാചകങ്ങൾ ഉരുവിട്ട ഇതേ നാവുകളെ കൊണ്ട് ഇനി ഒരിക്കലും റഹ്മാനായ റബ്ബിന്റെ തൃപ്തിക്ക് നിരക്കാത്തതൊന്നും ഞാൻ ചെയ്യുകയില്ല എന്ന് പരിപൂർണമായ ബോധമുണ്ടാകേണ്ടതുണ്ട്. സഹോദരങ്ങളെ, റഹ്മാനായ റബ്ബ് നമ്മളോട് നടത്തുന്ന വല്ലാത്തൊരു പ്രഖ്യാപനവുമായി തന്നെയാണ്, യാ അയ്യുഹല്ലദീന ആമനു അത്തിഉല്ലാഹ വഅത്തിഉർ റസൂൽ വലാ തുബ്തിലൂ അഅമാലകും. കർമ്മങ്ങൾ ചെയ്തവരോടാണ് റഹ്മാനായ റബ്ബ് പറഞ്ഞത്. കർമ്മങ്ങളോട് ചെയ്യാത്തവരോട് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. കഷ്ടപ്പെട്ട് പണിയെടുത്ത് ചെയ്തു കൂട്ടിയ സൽക്കർമ്മങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് റഹ്മാനായ റബ്ബ് നമുക്ക് നൽകുന്ന അഡ്വൈസ്, നമുക്ക് നൽകുന്ന ആ ഒരു വസിയ്യത്ത്, വിശ്വാസികളെ, കഷ്ടപ്പെട്ട് നേടിയെടുത്ത കർമ്മങ്ങൾ ഒരു അശ്രദ്ധ കൊണ്ട് നിങ്ങളാരും ബാധ്യലാക്കി കളയരുതേ എന്ന് റഹ്മാനായ റബ്ബ് നമ്മളോട് ആവശ്യപ്പെടുമ്പോൾ നഊദു ബില്ലാഹ് പല ആളുകളും അതാ ശവ്വാലിന്റെ പൊന്നമ്പിളി കാണുന്നതോടുകൂടെ നന്മയിൽ നിന്നും പിറകോട്ട് പോകുന്ന വല്ലാത്തൊരു ദുഃഖ സഹജമായ കാരണങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, ആത്മാർത്ഥമായി കൊണ്ട് നെഞ്ചത്ത് കൈവച്ചുകൊണ്ടൊന്ന് ചോദിക്കൂ, ഈ ഇരിക്കുന്ന എത്ര പേർക്ക് ഇന്നത്തെ സുബഹി ജമാഅത്ത് ലഭിച്ചു?
ഇന്നത്തെ സുബഹി ജമാഅത്ത് ലഭിച്ചു. ഇന്നലെ വരെ തറാവീഹിന്റെ 10 മിനിറ്റ് മുൻപ് വരെ നമ്മൾ അവിടെ എത്തിയ നമുക്ക് ഇന്നലത്തെ ഇശാ നമസ്കാരം ജമാഅത്ത് മിസ്സായിട്ടുണ്ടോ എന്നൊന്നും ആത്മാർത്ഥമായി കൊണ്ട് ചിന്തിക്കേണ്ടതുണ്ട്. ഉണ്ടെങ്കിൽ എത്ര വലിയ തൗഫീഖിന്റെ കുറവാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, ബിഅസൽ ഖൗമു ലാ യഅരിഫൂനല്ലാഹ ഇല്ലാ ഫീ റമളാൻ. റമളാൻ മാസം വരുമ്പോൾ മാത്രം പടച്ച റബ്ബിനെ കുറിച്ച് ആലോചിക്കുകയും ചിന്തിക്കുകയും അവനിക്ക് വേണ്ട ഹക്കുകൾ കൊടുക്കുകയും ചെയ്യുന്ന ജനത എത്ര മോശമായ ജനതയാണ് എന്ന. റമളാൻ അങ്ങോട്ട് കഴിയുന്നതോടുകൂടെ പിന്നെ റബ്ബുമായിട്ടുള്ള ബന്ധങ്ങൾ അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, കുൻ റബ്ബാനിയൻ വലാ തകുൻ റമളാനിയൻ. നീ ഒരിക്കലും റമളാനിന്റെ ആളാകരുത്, ഒരു സീസൺ ഭക്തിക്കാരനാകരുത്. തഖ്വ എന്നുള്ളത് സ്വർഗത്തിലേക്കുള്ള പാതയമാ സഹോദര, ശവ്വാലിലേക്കുള്ള പാതയമല്ല. അതുകൊണ്ട് ഏതൊരു റബ്ബാണോ റമളാനിൽ നമ്മൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്, ഏതൊരു റഹ്മാനായ റബ്ബാണോ റമളാൻ നമുക്ക് കൂലികൾ തന്നുകൊണ്ടിരിക്കുന്നത്, ആ റഹ്മാനായ റബ്ബ തന്നെയാണ് ബാക്കി 11 മാസവും നമുക്ക് കൂലി നൽകാൻ പോകുന്നത്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്. നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്ന, പരിസ്ഥാനത്ത് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു റബ്ബുണ്ട് നിനക്ക് എന്ന ബോധത്തോടു കൂടെ ശിഷ്ടകാല ജീവിതവും ഏറ്റവും നന്നായി കൊണ്ട് മുന്നോട്ട് പോകണം. സഹോദരങ്ങളെ, സ്വർഗത്തിന്റെ ഉന്നതമായ പദവികൾ നേടിയെടുക്കാൻ കഴിയുന്ന രൂപത്തിൽ അധ്വാനങ്ങളിലായിരുന്നു നമ്മളൊക്കെ. അൽഹംദുലില്ലാഹ്, റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ. സ്വർഗ വഴിയിലൂടെ ഓടി നടന്ന നമ്മൾ എങ്ങനെയാണ് സുഹൃത്തേ ഇനി നമ്മൾ ആ നരക വഴിയിലേക്ക് പോകാൻ നമുക്ക് കഴിയുക? അതുകൊണ്ട് നോമ്പുകാരനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, നോമ്പുകാരനക്ക് ഈദോട് കൂടുന്ന സന്തോഷമല്ല ഉള്ളത്. നമുക്കിന്ന് എന്താ ഏറ്റവും കൂടുതൽ സന്തോഷം? എന്താ സന്തോഷം? ഇന്ന് പെരുന്നാളായതുകൊണ്ടാ സന്തോഷം. റഹ്മാനായ റബ്ബ്, നമ്മുടെ മനസ്സറിയുന്ന റബ്ബ്, സന്തോഷിക്കുവാനും ആഹ്ലാദിക്കുവാനും എല്ലാത്തിനും വേണ്ടിയിട്ട് നമുക്കൊരു ദിവസത്തെ നിശ്ചയിച്ചു തന്നിരിക്കുകയാണ്. നോമ്പ് നോറ്റവർക്കാണ് ഇന്നത്തെ ശരിക്കുള്ള പെരുന്നാൾ എന്ന് പറയുന്നത്. സഹോദര, അവിടെ നിർത്തിയില്ല റഹ്മാനായ റബ്ബ്. ഇതിനേക്കാൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കാൻ വക നൽകുന്ന ഒരു വിഭവം കൂടെ നോമ്പുകാരനായ നമുക്കെല്ലാവർക്കും റഹ്മാനായ റബ്ബ് കാത്തുവച്ചിരിക്കുന്നു. عند لقاء ربي وفرحة عند لقاء ربي. റഹ്മാനായ റബ്ബിന്റെ മുഖത്തെ 14-ാം രാവത്തെ ചന്ദ്രനെ തട്ടും തടവുമില്ലാതെ നിങ്ങൾ കാണുന്നത് പോലെ നിങ്ങൾക്ക് കാണാൻ മാത്രം യോഗ്യതയുള്ള ഒരു കർമ്മം ചെയ്തു വെച്ചിട്ടാ സഹോദര ഞാനും നിങ്ങളും ഇവിടെ എത്തി നിൽക്കുന്നത്. ആ നമുക്കെങ്ങനെയാണ് ഇനി നരകത്തിന്റെ ഊടുവഴികളിലേക്ക് ബോധപൂർവം പരിശ്രമിക്കാൻ കഴിയുക, അതിലൂടെ നടന്നു നീങ്ങാൻ കഴിയുക? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വിശ്വാസികളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, ഒരുമിച്ചിരുന്ന് തീരുമാനിക്കാൻ നമുക്ക് കഴിയണം. ബോധപൂർവമായ ചില പ്ലാനിങ്ങുകൾ നമുക്ക് വേണം. സഹോദര, കർമ്മങ്ങളുടെ ആധിക്യമല്ല നമ്മളെ സ്വർഗത്തിലേക്ക് എത്തിക്കുക. നമുക്ക് എന്തെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഒരല്പം കൂടുതൽ ചെയ്തപ്പോൾ ഞാൻ സ്വർഗത്തിലേക്ക് എത്തുമെന്ന് നമുക്ക് ആർക്കെങ്കിലും തോന്നിയോ? അല്ലാഹുവിന്റെ റസൂലാ പറഞ്ഞത്, ഇന്ന അഹദകും ലയുദ്ഖില അമലുകും അൽ ജന്ന. കൂട്ടരെ, നിങ്ങളുടെ ആരെയും നിങ്ങളുടെ കർമ്മങ്ങൾ സ്വർഗത്തിലേക്ക് എത്തിക്കുകയില്ല. നമ്മുടെ സ്വർഗത്തിലേക്ക് എത്തിക്കുകയില്ല നമ്മുടെ കർമ്മങ്ങൾ. മറിച്ച് അള്ളാഹുവിന്റെ തൃപ്തി നേടാൻ നമുക്ക് കഴിയണം, അള്ളാഹുവിന്റെ പൊരുത്തം നേടാൻ നമുക്ക് കഴിയണം, അള്ളാഹുവിന്റെ ഇഷ്ടം നേടാൻ നമുക്ക് കഴിയണം. അള്ളാഹിന്റെ റസൂല് പറയെങ്കിൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മം ഏതാണെന്നറിയോ? ഒരു മലവെള്ളപ്പാച്ചിൽ കണക്ക് ഒരു സീസൺ വന്നപ്പോൾ അടിച്ചു വീശി കർമ്മവീതിയിലോടി നടന്ന് അതങ്ങോട്ട് കഴിയുന്നതോടുകൂടെ പരിപൂർണമായി കൊണ്ട് നിന്ന് പോകുന്നതിനെ കുറിച്ചല്ല റബ്ബ് പറഞ്ഞത്. അവനെയൊന്നും പടച്ച റബ്ബിന് വേണ്ട, അവന്റെ കർമ്മങ്ങളൊന്നും റബ്ബ് മൈൻഡ് ചെയ്യില്ല. റബ്ബിന് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മം ഏതാണെന്നറിയോ? അഹബ്ബുൽ അഅമാലി ഇലല്ലാഹ് അദ്വമുഹാ വഇൻ ഖല്ല. കുറച്ചാണെങ്കിലും പതിവായി നമുക്ക് ചെയ്യാൻ കഴിയുമോ സഹോദര? അതാണ് റഹ്മാനായ റബ്ബിനെന്ന് പറയുമ്പോൾ ഇൻഷാ അല്ലാഹ് നാം ഒരുപാട് ചെയ്തു. അൽഹംദുലില്ലാഹ്, റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ. നന്മകൾക്കുള്ള വർദ്ധിച്ച അവസരങ്ങൾ വരുമ്പോൾ വിശ്വാസി ചെയ്യേണ്ടതും അത് തന്നെയാണ്. പക്ഷെ അതിനപ്പുറത്ത് സുഹൃത്തേ, അതങ്ങനെ തന്നെ നിൽക്കുകയല്ല. അതിന്റെ ഒരു ചെറിയ ഓഹരി ഇനിയും ഉണ്ടാകേണ്ടത്.
മനസ്സിലാകേണ്ടതുണ്ട്. 10, 30, 40 പേജൊക്കെ ഒരു പ്രശ്നവുമില്ലാതെ ഓരോ ദിവസവും പാരായണം ചെയ്ത് നമുക്ക് സഹോദര അതിന്റെ ഒരു 10% തീരുമാനിച്ചാൽ നമുക്ക് തീർക്കാവുന്നതേയുള്ളൂ. വിശുദ്ധ ഖുർആനിന്റെ പാരായണം സഹോദരങ്ങളെ ഇനിയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. സ്വതക്കകൾ ശീലമാക്കിയവരാ നമ്മൾ. റഹ്മാനായ റബ്ബിന്റെ കോപത്തെ കെടുത്തി കളയുന്നതാ സ്വതക്ക എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ നമ്മൾ കൊണ്ടുവന്നവരാ. ഇനിയും നമ്മുടെ സ്വതക്കകൾ കാത്തിരിക്കുന്ന പാവപ്പെട്ട കുടുംബത്തിലെ കൂരയിലേക്ക് ഇനിയും നമുക്ക് എത്തണം. ബാക്കിയുള്ള ദീനി സംരംഭങ്ങൾ നമ്മുടെ സ്വതക്കകളെ കൊണ്ട് ഇനിയും ചലിക്കുന്ന രൂപമുണ്ടാകണം. സഹോദരങ്ങളെ, രാത്രിയിൽ മണിക്കൂറുകൾ നീണ്ടു നിന്ന് നമസ്കരിച്ച് നമുക്ക് ഒരു 3 റക്അത്തെങ്കിലും കടക്കുന്നതിന് മുൻപ് ആ വിത്തറോട് കൂടെ നമ്മുടെ നമസ്കാരം അവസാനിപ്പിക്കാനും അല്ല സ്ഥിരമായി കൊണ്ട് രാവിലെ തഹജ്ജുദിന്റെ സമയത്ത് എണീറ്റ് നിസ്കരിക്കാൻ കഴിയുമോ അങ്ങനെ തന്നെ ചെയ്യുന്ന ഒരു രൂപം സുഹൃത്തുക്കളെ നമുക്ക് ഉണ്ടാക്കേണ്ടതുണ്ട്. സ്വഭാവത്തെ മനോഹരമായി സ്വഭാവത്തെ മനോഹരമായി നിയന്ത്രണ വിധേയമാക്കിയവരാ നമ്മൾ. അള്ളാന്റെ ഹബീബിന് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ദേഷ്യപ്പെടുന്നത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞപ്പോൾ റമദാന്റെ രാപ്പകലുകളിൽ നമ്മൾ ദേഷ്യപ്പെട്ടില്ല. എത്ര മനോഹരമായി കൊണ്ട് നമ്മൾ സംസാരിച്ചു, എത്ര മനോഹരമായി കൊണ്ട് നമ്മൾ ഇടപെട്ടു, എത്ര നല്ല വാക്കുകൾ നമ്മൾ ഉരുവിട്ടു. ഏറ്റവും മാന്യമായ സ്വഭാവം നാം നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ അള്ളാന്റെ റസൂല് പറയാ, സഹോദര, സ്വഭാവം നന്നാക്കിയവൻക്ക് സ്വർഗമെന്നല്ല, സ്വർഗത്തിന്റെ ഉന്നതമായി ഇടത്തൊരു ഭവനം തന്നെ പടച്ച റബ്ബ് നിർമ്മിച്ചു കൊടുക്കുമെന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ മാറിയ ആ നല്ല സ്വഭാവം ഇനി കെട്ടറ്റു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗ്ഗത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഫിൽ ജന്നതി ഖുറഫ യുറാ ളാഹിറുഹാ മിൻ ബാതിനിഹാ വബാതിനുഹാ മിൻ ളാഹിരിഹാ. സ്വർഗ്ഗത്തിൽ ചില അറകളുണ്ട്, സ്വർഗ്ഗത്തിൽ ചില മുറികളുണ്ട് എന്ന സ്ഫടിക സമാനമായ പുറമെ നിന്ന് നോക്കിയാൽ അകം കാണാൻ പറ്റുന്ന അത്രയും സുന്ദരമായ മുറികളുടെ ഉടമകളുണ്ടെന്ന് പറയുമ്പോൾ ഒരു അഅറാബി നീച്ചു ചോദിച്ചു, ലിമൻ ഹിയ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ ആർക്കാണ് ആ വിഭവങ്ങൾ പടച്ച റബ്ബ് ഒരുക്കി വെച്ചുള്ളതെന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് കൊടുത്ത മറുപടി, ലിമൻ അതാബൽ കലാം, സംസാരത്തെ നന്നാക്കിയവനെന്ന. വിശുദ്ധ റമളാനിൽ സംസാരത്തെ നന്നാക്കിയ സഹോദര, അതിവിടെ ഇട്ടേച്ചു പോകരുത്, അത് കൊണ്ട് നടക്കണം മരണം വരെ. ലിമൻ അതാബൽ കലാം വഅത്അമ തുആം, പാവപ്പെട്ടവരെ ഭക്ഷിച്ചവർക്ക് സ്വർഗ്ഗത്തിൽ അറകളുണ്ടെന്ന സഹോദര. വിശുദ്ധ റമളാനിൽ പാവപ്പെട്ടവന്റെ കൂര തേടി നടന്നവരാ നമ്മൾ. നമ്മുടെ വേദനിക്കുന്നൊരു വിഹിതം റമളാൻ കിറ്റുകൾക്ക് വേണ്ടി സ്വതക്കയുടെ വാതായനങ്ങളിലേക്ക് ഇട്ടുകൊടുത്തവരാ നമ്മൾ. സ്വതക്ക ഇനിയും ശീലമാക്കുക. ജനങ്ങൾ പൊതുവെ കടന്നുറങ്ങുന്ന സമയത്ത് റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ എണീറ്റ് നമസ്കരിച്ചവരാ. ഖിയാമുൽ ലൈൽ നിർവഹിക്കാൻ ഭാഗ്യം ലഭിച്ച പ്രിയമുള്ള സഹോദര, അത് ഇനിയും തുടർത്തി കൊണ്ടുപോകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. സഹോദരങ്ങളെ, നമ്മുടെ നാട് ലഹരിയുടെ നീരാളിപ്പിടുത്തത്തിലാണ്. നഊദു ബില്ലാഹ്, ലഹരിയുടെ നീരാളിപ്പിടുത്തത്തിലാണ്. നമുക്കൊക്കെ പലപ്പോഴും പല നാടുകളിലും അരങ്ങേറിയ പല സംഗതികളും നമ്മുടെ കയ്യെത്തും ദൂരത്തും നമ്മുടെ നാടുകളിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന വേദനാജനകമായ വാർത്തകളാണ് ദിനം പ്രതി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൊലപാതകങ്ങളുടെ നീണ്ട നിരയാണ് നഊദു ബില്ലാഹ് കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഒരാളുടെ കഴുത്തറത്തു എന്ന് കേൾക്കാത്ത, ഒരാളുടെ കുത്തി നോവിച്ചു എന്നറിയാത്ത ഒരു ദിവസം പോലും പലപ്പോഴും കടന്നു പോകാൻ കഴിയാത്ത അത്രയും വലിയ ക്രൂരമായ കൊലപാതകങ്ങൾ പിന്നെ അരങ്ങേറി നമ്മൾ കണ്ടല്ലോ. കുടുംബക്കാരെ വെട്ടിനുറുക്കിയ വാർത്തകൾ നമ്മൾ കണ്ടില്ലേ. സഹപാഠിയുടെ കണ്ണടിച്ച് പൊട്ടിച്ച് മരണത്തിന് വിട്ടുകൊടുത്ത കുട്ടിക്കൊലപാതകങ്ങളുടെ വാർത്തകൾ സഹോദര നമ്മൾ കേട്ടില്ലേ. എന്തേ കാരണം? എല്ലാറ്റിന്റെയും അടിസ്ഥാനം ലഹരിയാണ് എന്നുള്ളതാണ്. സഹോദരങ്ങളെ, പലപ്പോഴും ആ ലഹരി ആദ്യം നുകരുന്നത് ആഘോഷവേളകളുടെ മറപിടിച്ചുകൊണ്ടാണ്. പലപ്പോഴും ആളുകൾക്ക് ആഘോഷം, എന്തിനും ഏതിനും ഒരു ആഘോഷം ഉണ്ടാക്കുകയും അതിന്റെ പിന്നിൽ ലഹരി ഉപയോഗിക്കുകയും അതൊരു വലിയ ബിസിനസ് ആയിക്കൊണ്ട് പ്രത്യേക മാഫിയകൾ തന്നെ പിന്നെ വളർന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ആഘോഷങ്ങൾ ഒരിക്കലും ആ നിലയിലേക്ക് പോകാൻ പാടില്ല. ഗെറ്റ് ടുഗദർ പോലെ, നൈറ്റ് ലൈഫ് പോലെ
സ്റ്റഡി ടൂർ എന്ന പേരൊക്കെ പറഞ്ഞ് DJ പാർട്ടികളൊക്കെ സംഘടിപ്പിച്ച് പലപ്പോഴും ലഹരി നുകർന്നുകൊണ്ടേയിരിക്കുന്നു, അത് വ്യാപിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിലേക്കൊക്കെ എത്തിപ്പെടാനുള്ള ചില കാരണങ്ങളും ബോധപൂർവം നമ്മൾ ആലോചിക്കുകയും ചികിത്സിക്കുകയും വേണ്ടതുണ്ട്. എങ്ങനെയാ സുഹൃത്തുക്കളെ, മുമ്പൊന്നുമില്ലാത്ത അത്രയും ലഹരിയുടെ വ്യാപനം ഇന്ന് നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കാനുള്ള കാരണം എന്താ? മുമ്പില്ലാത്ത ക്യാഷ് കൂടിയത് കൊണ്ട് മാത്രമാണോ? ഒരിക്കലുമല്ല. മുമ്പില്ലാത്ത സമ്പത്തിന്റെ വർധനവ് മാത്രമല്ല, മറിച്ച് മുമ്പുള്ള ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഒന്നൊന്നായി വെട്ടിമാറ്റി അറച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നതിന്റെ റിസൾട്ടുകളാണ് ലോകം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഉണ്ടാകുമ്പോഴേക്കും ആളുകൾ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുകയാണ്, ആളുകൾ വടിയും പുടിയൊക്കെ എടുത്ത് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, അതൊന്നുമല്ല ശരിക്കുള്ള പരിഹാരം. ശരിക്കുള്ള പരിഹാരം ഹൃദയത്തിൽ നിന്ന് വരുന്ന ആദർശ പരിഹാരമാണ്. പലപ്പോഴും പല ആളുകളും ലിബറൽ ചിന്താധാരകളെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. നഊദു ബില്ലാഹ്. എങ്ങനെയും ജീവിക്കാമെന്ന, നീ ഒരിക്കലേ ജീവിക്കുകയുള്ളൂ, അതുകൊണ്ട് പരമാവധി ജീവിച്ചോ എന്നാണ്. നിനക്ക് ജീവിതം ഒന്നേയുള്ളൂ എന്നാണ്. മൈ ബോഡി മൈ ചോയ്സ്, എന്റെ ദേഹം അത് എന്റെ തീരുമാനമാണ്. എന്തൊക്കെ ഇതിന്റെ ഉള്ളിലേക്ക് ഇറക്കണമെന്നും എന്തൊക്കെ കുത്തിവെക്കണമെന്നും എന്ത് കാണണമെന്നും എന്ത് കാണണ്ട എന്നും തമ്പുരാക്കന്മാരെ നിങ്ങൾ ആരും പറയേണ്ടതില്ല. അങ്ങനെ നിർദ്ദേശിക്കാൻ വരുന്നവരെ പോലും തന്തവൈബെന്നൊക്കെ പറഞ്ഞ് അരികവൽക്കരിച്ച് ഒരു പുതിയ തലമുറയെ ഇവിടെ ഉണ്ടാക്കി കൊണ്ടുവന്നത് ലിബറൽ ചിന്താഗതികളാണ് എന്നതിൽ സഹോദര നമുക്കാർക്കും യാതൊരുവിധ സംശയവും വേണ്ട. അതുകൊണ്ട് അത്തരത്തിലുള്ള ചിന്തകളും അത്തരത്തിലുള്ള ആദർശങ്ങളും പലപ്പോഴും സ്കൂൾ വിദ്യാഭ്യാസങ്ങളിൽ പോലും, സ്കൂളിലെ പാഠപുസ്തകങ്ങളിൽ പോലും ഈ അതിർവരമ്പുകൾ വെട്ടിമാറ്റാനുള്ള, അന്യ ആണും പെണ്ണും തമ്മിലുള്ള കൂടിക്കലരാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഒക്കെയുള്ള ഒരു റിസൾട്ടാണ് പലപ്പോഴും സമൂഹം ഇന്ന് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വിശ്വാസികളെ, നമ്മൾ ഉയർത്തിപ്പിടിച്ച അല്ലാഹു അക്ബർ എന്ന തക്ബീറിന്റെ ധ്വനിയുടെ ഉള്ളിൽ കിടക്കുന്ന ആദർശമുണ്ടല്ലോ, ആ ആദർശത്തിനെ ഇതിനൊക്കെ ചികിത്സിക്കാൻ കഴിയുകയുള്ളൂ എന്ന് വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്ലാമിക ആദർശം ലഹരിയെ വളരെ മനോഹരമായി കൊണ്ട് നേരിട്ടു. ഇതിനേക്കാൾ വലിയ അഡിക്റ്റഡ് ആയ ഒരു സമൂഹത്തിലേക്കാണ് മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നത്. ഇതിനേക്കാൾ അഡിക്റ്റഡ് ആയ ഒരു സമൂഹത്തിലേക്കായിരുന്നു മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നത്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ അവർ പോലും പലപ്പോഴും വസിയത്തുകൾ കൊടുത്തു. ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ എന്നെ ഒരു മുന്തിരി വള്ളിയുടെ താഴെ കൊണ്ടുപോയി കുഴിച്ചിടണം. എന്റെ ആ ഒരു ജഡത്തിന് മുന്തിരി വള്ളിയിൽ നിന്നും വരുന്ന ലഹരി എനിക്ക് നുകരാമല്ലോ എന്നാണ്. മരിച്ചാൽ പോലും ലഹരിയുടെ ബന്ധം വിച്ഛേദിക്കാൻ കഴിയാത്തൊരു ജനപദത്തെ, കുൻതും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ്, നിങ്ങൾക്ക് ഏറ്റവും മനോഹരമായൊരു ജനത, ആളുകൾക്ക് മുഴുവൻ മാതൃകായോഗ്യമായൊരു ജനത നിങ്ങളാണെന്ന അവസ്ഥയിലേക്ക് റഹ്മാനായ റബ്ബ് ഉയർത്തി കൊണ്ടുവന്നത് എങ്ങനെയാണ്? ആ ആദർശം എന്താണോ അതേ ആദർശം കൊണ്ട് തന്നെയാണ് ഈ ലഹരിയുടെ വ്യാപനത്തെ നമുക്ക് തടുക്കാൻ കഴിയുകയുള്ളൂ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാലോകരെ പഠിപ്പിച്ചു, മാ അസ്കറ കസീറുഹു ഫഖലീലുഹു ഹറാം. കൂടുതൽ ഉപയോഗിച്ച ലഹരി ഉണ്ടാകുന്നത്, ഒരല്പം പോലും ഉപയോഗിക്കുന്നത്, ഒരു ചെറിയൊരു പങ്കെടുക്കുന്നത് പോലും, ഒരു ചെറിയ ഒരു അളവിൽ അത് ഉപയോഗിക്കുന്നത് പോലും പാടില്ല എന്ന് നിഷ്കർഷിച്ചു ഇസ്ലാം. അൽ ഖംറു ഉമ്മുൽ ഖബായിസ്, എല്ലാവിധ നീചവൃത്തികളുടെയും എല്ലാവിധ താന്തോന്നിത്തരങ്ങളുടെയും തുടക്കം, അതിന്റെ മാതാവെന്ന് പറയുന്നത് ലഹരിയാണ്, മദ്യമാണ്, മയക്കുമരുന്നാണെന്ന് ലോകത്തെ ആദ്യം കേൾപ്പിച്ചത് സഹോദര നാം ഉൾക്കൊള്ളുന്ന റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദർശമാണെങ്കിൽ, പ്രിയമുള്ളവരെ, ആ ആദർശത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുക എന്നതല്ലാതെ ഇതിനൊന്നും ആത്യന്തികമായ പരിഹാരം നമുക്ക് കാണാൻ കഴിയുകയില്ല എന്നുള്ളതാണ്. ഈ ചികിത്സ മറന്നുകൊണ്ട് ബാക്കിയുള്ള ക്യാമ്പയിനുകൾ മുഴുവനും ഒരു കേവലം ഉപരിവിപ്ലവം മാത്രമാണ്, വോട്ടുകൾക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ മാത്രമാണ് എന്ന് വളരെ ഗൗരവത്തിൽ നാം മനസ്സിലാക്കുക. സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ നാടുകളിൽ അവിഹിതങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്നു. നഊദു ബില്ലാഹ്. നമ്മുടെ മക്കൾ, വീട് വിട്ടിറങ്ങും നമ്മുടെ മക്കൾ ബസ് സ്റ്റാൻഡുകളിലും മറ്റു തെരുവോരങ്ങളിലും നഊദു ബില്ലാഹ് പരിശുദ്ധമാക്കപ്പെട്ട ഒരു സദസ്സിന്റെ മുമ്പിൽ പറയാൻ പോലും കഴിയാത്ത അത്തരത്തിലുള്ള മോശമായ പ്രവർത്തനങ്ങൾ ഇന്നലെ കണ്ടവന്റെ കൂടെ
കിടന്നു കൊടുക്കുന്ന, ഇരുന്നു കൊടുക്കുന്ന, എന്തിനും ഏതിനും ചട്ടകങ്ങളായിക്കൊണ്ട് നിന്ന് കൊടുക്കുന്ന ചില വൃത്തികെട്ട കാഴ്ചകൾ, നഊദുബില്ല, യാതൊരുവിധ ലജ്ജയുമില്ലാതെ ആരും നോക്കി നിൽക്കുന്നു എന്ന ലവലേശ കൂറുപോലുമില്ലാതെ സഹോദരങ്ങളെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മക്കൾ. അതിലുണ്ടോ എന്നുള്ളത് ആത്മാർത്ഥമായി കൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പലപ്പോഴും പല അവിഹിതങ്ങളുടെയും ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ, എങ്ങനെ ഇവിടെ എത്തി എന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും കിട്ടുന്ന മറുപടി സോഷ്യൽ മീഡിയ വഴികളിലുള്ള രഹസ്യ ചാറ്റിങ്ങളിലൂടെയാണ്. അല്ലേ? ഇൻസ്റ്റയിൽ ചാറ്റ് ചെയ്തൊരു ഹായ് അയച്ചതാണ് സഹോദരങ്ങൾ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അന്യ ആണും അന്യ പെണ്ണും ഓൺലൈനിൽ പോലും ഒറ്റക്കാകാൻ പാടില്ല, അവിടെ ശൈത്താൻ കടന്നു വരുമെന്ന് പറഞ്ഞ ആദർശത്തെ നമ്മുടെ മക്കളെ കൃത്യമായി കൊണ്ട് പഠിപ്പിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. പലപ്പോഴും സ്നേഹത്തിന്റെയും സൗകര്യത്തിന്റെയും പേര് പറഞ്ഞ് മക്കൾ ചോദിക്കുന്ന മുഴുവനും അതങ്ങോട്ട് ഇട്ടുകൊടുക്കുക എന്നതിനപ്പുറത്ത് പ്രത്യേകിച്ചൊന്നും ശ്രദ്ധിക്കാതെ നോക്കാതെ പോകുന്ന ഉമ്മമാരാണോ നമ്മൾ? പെങ്ങന്മാരാണോ നമ്മൾ? മാതാപിതാക്കളാണോ നമ്മൾ? ഇന്നല്ലെങ്കിൽ നാളെ ഏതോ ഒരു കോടതി വരാന്തിയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് വെള്ളി കടിക്കേണ്ട സാഹചര്യം ഒരു പക്ഷെ നമുക്ക് വന്നേക്കാം. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ജാഗ്രത കൈക്കൊള്ളുക. അതിലുമുപരി റഹ്മാനായ റബ്ബിനെ കുറിച്ചുള്ള ബോധം നമ്മുടെ മക്കൾക്ക് ഉള്ളിലേക്ക് സന്നിവേശിപ്പിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പലപ്പോഴും മാതാപിതാക്കൾ തോറ്റുപോകുന്നത് അവിടെയാണ്. ഒരു കുഞ്ഞിനെ കിട്ടിയെന്നറിയുമ്പോൾ, ഒരു വാപ്പയായി എന്നറിയുമ്പോൾ, ഏതൊരു വാപ്പയും ഉമ്മയും കിനാവ് കാണുന്നത് 10-25 വർഷങ്ങൾക്കപ്പുറത്ത് ഈ മകൻ വലിയ ഉദ്യോഗത്തിലെത്തുന്നതും മകൾ വലിയ ഉദ്യോഗത്തിലെത്തുന്നതും അവൻ എനിക്ക് സാമ്പത്തികമായി കൊണ്ട് തണൽ വിരിക്കുന്നു മാത്രമാണ്. നഊദു ബില്ലാഹ്. ഇത്രയേറെ മോശമായ ഒരു കൺസെപ്റ്റിലേക്ക് വിശ്വാസികളായ മാതാപിതാക്കളെ നമ്മൾ അധപതിക്കാൻ പാടില്ല. നമ്മുടെ മക്കളെ റബ്ബ് നമുക്ക് നൽകിയത് കേവലം ദുനിയാവിന്റെ ഇത്തിരി പോന്ന ഇട്ടാവട്ടങ്ങൾക്കുള്ള പോക്കറ്റ് മണിക്ക് വേണ്ടിയിട്ടല്ല, ഒരു ATM കണക്കിയല്ല, മറിച്ച് അവർ നമുക്ക് വലിയ ഇൻവെസ്റ്റ്മെന്റുകളാണ്. വളർന്നു വരുന്ന നമ്മുടെ മക്കളുടെ ഹൃദയങ്ങളിൽ റഹ്മാനായ റബ്ബിനെ കുറിച്ചുള്ള ആദർശങ്ങൾ നട്ടുപിടിപ്പിക്കൂ. നമ്മൾ വിശുദ്ധ ഖുർആനിന്റെ ആദർശത്തെ പഠിപ്പിച്ചു കൊടുക്കൂ അവർക്ക്, പ്രവാചകന്റെ ഹദീസുകൾ നുകർന്നു കൊടുക്കൂ അവർക്ക്. അവർ വളരുന്നത് ദീനി തർബിയത്ത് കിട്ടിയിട്ടാണ് എന്ന് ഉറപ്പുവരുത്താത്ത മാതാപിതാക്കളാണോ നമ്മൾ? നമ്മൾ വിരൽ കടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അനർത്ഥം നമ്മൾ തന്നെയാണ് അനുഭവിക്കുന്നത്, നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ മക്കൾക്ക് അള്ളാഹുവിന്റെ ദീനും എത്തിച്ചു കൊടുക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കേവലം ദുനിയാവ് മാത്രമാണ് നമ്മുടെ സ്വപ്നം. കാവലിനെ ചോദിക്കണമെന്ന് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥന, അല്ലാഹുമ്മ ലാ തജ്അൽ ദുനിയാ അക്ബറ ഹമ്മിനാ വലാ മബ്ലഗ ഇൽമിനാ. അല്ലാഹുവേ, ഞാൻ ഏറ്റവും കൂടുതൽ ഗൗരവം കൊടുക്കുന്ന കാര്യം എനിക്ക് ദുനിയാവാക്കരുതേ. എന്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന മാറ്ററും അതൊരിക്കലും ദുനിയാവാക്കരുതേ എന്ന് കാവലിനെ ചോദിക്കേണ്ടവരാ നമ്മൾ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മക്കളിലൂടെ പരലോകമോചനം നമ്മൾ കിനാവ് കാണുക. സഹോദരിമാരെ, ഇത്തരത്തിലുള്ള ഈദിന്റെ സുദിനങ്ങളിൽ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചില മിനിറ്റുകൾ മാറ്റിവെച്ചത് പ്രിയമുള്ള സഹോദരിമാരെ അഭിസംബോധന ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്തെന്നറിയുമോ നിങ്ങൾക്ക്? നരകത്തിൽ പലപ്പോഴും കൂടുതൽ കാണപ്പെട്ടത് സഹോദരിമാരാണെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാ. എന്തേ കാരണം? അവർ ഭർത്താക്കന്മാരെ അനുസരിക്കാത്തതാണ്. എന്തേ കാരണം? ശാപവാക്കുകൾ അധികരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നതുകൊണ്ടാണ്. എന്തേ കാരണം? വസ്ത്രധാരണ രംഗത്തെ അപജയങ്ങളാണ്. നിങ്ങൾക്ക് ഹലാലാക്കി തന്ന നിങ്ങളുടെ ഭർത്താവിന് മാത്രം കാണേണ്ട, ഭർത്താവ് മാത്രം ആസ്വദിക്കേണ്ട ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഏരിയ മറ്റുള്ളവരെ കാണിക്കുകയും അവരെ ആകർഷിക്കുകയും ചെയ്യുന്നുണ്ടോ? നിങ്ങൾക്ക് പോയി കിടക്കാനുള്ളത് നരകമാണെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ, സഹോദരാ, പെരുന്നാളിന്റെ പേര് പറഞ്ഞ്, ആഘോഷത്തിന്റെ പേര് പറഞ്ഞ്, ടൂറിന്റെ വൈബിന്റെ പേര് പറഞ്ഞ് പലപ്പോഴും വസ്ത്രധാരണ രംഗത്ത് ശ്രദ്ധിക്കാത്ത ആളുകളായിക്കൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനത്തുകളെ, നമ്മൾ ഒരിക്കലും മാറാൻ പാടില്ല. ഒരു പക്ഷെ പർദ്ദയിട്ടാൽ ഒരല്പം ചൂട് നമ്മൾ അനുഭവിക്കേണ്ടി വരും, ഒരല്പം സൗന്ദര്യം കുറഞ്ഞെന്ന് വരും. പക്ഷെ നമ്മുടെ ചൂടിനെ ഇതിനേക്കാൾ വലിയ ചൂട്
നാളെ ഖബറിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരും. ഇതിനേക്കാൾ സൗന്ദര്യം കുറഞ്ഞ ഏർപ്പാട് നാളെ പരലോകത്ത് നമ്മൾ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ അല്പം ചൂട് സഹിച്ചാലും എന്റെ ഖബർ എനിക്ക് ശീതീകരിക്കപ്പെടണം. ഇവിടുത്തെ കുറച്ച് സൗന്ദര്യം കുറഞ്ഞാലും ഖബർ എനിക്ക് സൗന്ദര്യപൂർണ്ണമാകണം എന്ന് തീരുമാനിക്കാൻ പ്രിയമുള്ള ഉമ്മമാരെ, പെങ്ങന്മാരെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്. സഹോദരങ്ങളെ, പെരുന്നാളിന്റെ ദിവസം ബന്ധങ്ങൾ സുദൃഢമാക്കേണ്ട ദിവസമാണ്. പിണക്കങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റിവെക്കാൻ ഇതിനേക്കാൾ വലിയ സാഹചര്യം ഇനി വേറെ വരാനില്ല. ഒരാൾ പോലും നമ്മൾ എതിരിടില്ല. പെരുന്നാളിന്റെ ദിവസമാകുമ്പോൾ അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എന്തെങ്കിലും പിണക്കങ്ങൾ ഉണ്ടെങ്കിൽ അവൻ ഇങ്ങോട്ട് വന്ന് ശരിയാകട്ടെ എന്നാണോ നമ്മുടെ ധാർഷ്ട്യമെങ്കിൽ അള്ളാന്റെ റസൂല് പറയാ, നമ്മൾ കാരണം ഒരു ബന്ധം വസലായിട്ടുണ്ടെങ്കിൽ, വിശിഷ്യ കുടുംബ ബന്ധത്തെ മുറിച്ചിട്ടാണ് ഈ കണ്ട അമലുകൾ മുഴുവനും നമ്മൾ ചെയ്തതെങ്കിൽ, ഈ ഈദ് മുസല്ലയിൽ നമ്മൾ ഇരിക്കുന്നതെങ്കിൽ, ഓർത്തു വെച്ചോ അള്ളാന്റെ റസൂലിന്റെ ഒരു ഹദീസ്, ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉ റഹിമിൻ, കുടുംബ ബന്ധത്തെ മുറിച്ചവൻ സ്വർഗ്ഗത്തിലേക്ക് ആദ്യവസരത്തിലില്ല എന്ന് പറയുമ്പോൾ, സഹോദരാ, സ്വർഗ്ഗത്തിന് വേണ്ടിയാ നമ്മൾ പണിയെടുത്തതെങ്കിൽ ഈ ഒരു ഏരിയ കൂടെ വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക. അതുകൊണ്ട് കുടുംബ ബന്ധത്തിന് എന്തെങ്കിലും വിള്ളലുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ശരിപ്പെടുത്തേണ്ട ദിവസമാണ് ഇന്ന്. അതൊക്കെയാണ് പെരുന്നാളിന്റെ സൗന്ദര്യം. കുടുംബ ബന്ധം നടക്കണം, സന്ദർശനങ്ങൾ നടക്കണം. ഒരുപക്ഷെ അകലെയുള്ള ആളുകൾ ഓൺലൈൻ വഴി നമ്മൾ ബന്ധപ്പെടണം. കഴിയുമോ വീഡിയോ കോൾ തന്നെ നമ്മൾ വിളിക്കണം. നമ്മുടെ കുടുംബ സന്ദർശനങ്ങളിൽ വളർന്നു വരുന്ന അടുത്തൊരു തലമുറ കൂടെ നമ്മുടെ കൈ പിടിച്ചുണ്ടാകണം. ഇന്ന് പലപ്പോഴും മക്കൾ വേറെ ലോകത്താണുള്ളത്. അവർക്ക് ബന്ധങ്ങളുടെ വിലയറിയില്ല. സഹോദര, എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരു മകൻക്ക്, മകൾക്ക് അവന്റെ ഉപ്പാന്റെയും ഉമ്മാന്റെയും മരണാനന്തരം ഇനി എന്തെങ്കിലും കടമകൾ ബാക്കിയുണ്ടോ റസൂലേ എന്ന് വന്ന് ചോദിച്ചപ്പോ അള്ളാന്റെ റസൂല് കൊടുത്ത മറുപടി എന്താ? ആ ഉപ്പ വഴി, ആ ഉമ്മ വഴി നിന്നിലേക്ക് വന്നു ചേർന്ന ബന്ധങ്ങളെ നീ പൂർത്തിയാക്കണമെന്നാണ്. ആ ബന്ധങ്ങളെ കണക്ട് ചെയ്യുമ്പോഴാണ് സ്വന്തം ഉപ്പയോടും ഉമ്മയോടുമുള്ള കടമകൾ പൂർത്തീകരിച്ച് പരലോകത്ത് എത്തിച്ചേരാൻ നമുക്ക് കഴിയുകയുള്ളൂ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഉപ്പ വഴിക്കുള്ള, ഉമ്മ വഴിക്കുള്ള ബന്ധങ്ങൾ കൃത്യമായി കൊണ്ട് അറിയണം എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്. സഹോദരങ്ങളെ, നമ്മൾ വളരെ സന്തോഷത്തിലാണ്, ആഹ്ലാദത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആ സന്തോഷത്തിൽ നിന്ന് പെരുമാറാകട്ടെ. പക്ഷേ ഈ ഒരു സുന്ദര സുദിനത്തിൽ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരുപാട് പേരുണ്ട്. മരണപ്പെട്ടു പോയ ആളുകളുണ്ട്. ഇന്നും നമ്മളെപ്പോലെ സന്തോഷത്തോടുകൂടെ ഈ ഈദ് മുസല്ലയിൽ വരണമെന്ന് ആഗ്രഹിച്ചു. പക്ഷെ പല ആളുകളും ഹോസ്പിറ്റലിലാണ്, പല ആളുകളും ഐസിയുവിലാണ്, പല ആളുകളും മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുന്നു വെന്റിലേറ്ററുകളിൽ. പല ആളുകളും മറ്റു പല ആക്സിഡന്റും മറ്റുമൊക്കെ സംഭവിച്ച് മരുന്ന് മണക്കുന്ന റൂമിന്റെ ഉള്ളിൽ അഭയം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, അവർക്കൊക്കെ വേണ്ടി ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കുമ്പോഴേ ഈ ഈദ് ഈദാവുകയുള്ളൂ. അവരൊന്ന് സന്ദർശിക്കാൻ കഴിയുമോ? നമുക്ക് സന്ദർശിക്കുന്നിടത്ത് നമ്മുടെ പെരുന്നാളാവുകയുള്ളൂ. അതുപോലെ തന്നെ സഹോദരാ, നമ്മൾ ഈ യാത്ര തിരിച്ചതും ഇവിടെ വന്നിരിക്കുന്നതും തിരിച്ചു പോകുന്നതും ഒരു ബോംബ് വർഷത്ത് നമ്മൾ പ്രതീക്ഷിച്ചല്ല. നമ്മൾ ആരും അങ്ങനത്തെ ഉള്ള ഒരു ഫിത്നയിൽ അകപ്പെട്ടിട്ടില്ല. റഹ്മാനായ റബ്ബി തൗഫീഖ് നിലനിർത്തി തരുമാറാകട്ടെ. പക്ഷേ വീട് വിട്ടിറങ്ങുന്ന പിഞ്ചുമോൻ അടുത്ത വക്കത്തിൽ അവൻ കയറി വരുമെന്നൊരു ഉറപ്പുമില്ലാതെ ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെയും ആ ഡെഡ് ബോഡി ഇന്നവന്റേതാണെന്ന് അറിയാൻ വേണ്ടി കരങ്ങളിൽ പേരുകൾ എഴുതി വെക്കുന്ന ഉമ്മമാർ, വിശ്വാസികൾ നമ്മുടെ നാട്ടിൻ പുറത്ത് സഹോദര ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? നമുക്ക് അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനകളാണ്. നല്ലൊരു നേരത്തെ ഭക്ഷണം കണി കാണാൻ പോലും കഴിയാത്ത ആളുകൾ പാതയോരങ്ങളിലുണ്ട്, റെയിൽവേ സ്റ്റേഷനുകളിലുണ്ട്, പല കൂരകളിലുമുണ്ട്. സഹോദര, നമ്മളൊക്കെ അൽഹംദുലില്ലാഹ് റഹ്മാനായ റബ്ബ് തന്നതിന്മേൽ തന്നുകൊണ്ടിരിക്കുന്നു. ഇനിയും ചെരുമാറാകട്ടെ. പക്ഷേ അനുഗ്രഹങ്ങളുടെ കൂമ്പാരക്കെട്ടിൽ ജീവിക്കൊണ്ടിരിക്കുമ്പോ താഴെ തട്ടിലുള്ള ആളുകളെ മറന്നിട്ടാണ് ഈ പോക്കെങ്കിൽ അത് പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവർക്കൊക്കെ ആത്മാർത്ഥമായി കൊണ്ടൊരു ഇടം നമ്മൾ നൽകണം എന്നുള്ളതാണ് ഈ ഒരു ഈദ് മുസൽ നമ്മൾ പിന്നെ എടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, അവസാനിപ്പിക്കുമ്പോൾ പറയാനുള്ളത്, ഇപ്പോൾ എന്ത് എന്നതല്ല കാര്യം, ഇപ്പോൾ എന്ത് എന്നുള്ളതല്ല കാര്യം. റമദാനൊക്കെ കഴിഞ്ഞ് നമ്മുടെ ആ ഒരു എനർജി ഒക്കെ കയറി ഈമാനികിന്റെ ഉത്തുംഗതയിൽ നിൽക്കുമ്പോൾ
ഇപ്പൊ നമ്മളൊക്കെ ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടാവും ഒന്ന് മരിച്ചാൽ ഈ മരണപ്പോൾ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഉഷാറായിരുന്നു എന്നുള്ളത്. കാരണം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പരമാവധി ചെയ്ത് നിൽക്കുകയാണ് നമ്മൾ. റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ. പക്ഷെ സുഹൃത്തുക്കളെ, വഞ്ചിതരാകരുത്. ചെയ്തു വെച്ച കർമ്മങ്ങൾ എമ്പാടുമായി എന്ന് ആർക്കും തോന്നേണ്ടതില്ല. കാരണം എന്താണെന്നറിയോ? അള്ളാന്റെ റസൂല് പറഞ്ഞു വെച്ചൊരു വാചകമുണ്ട്, ഇന്നമൽ അഅ്മാലു ബിൽ ഖവാതീം. കർമ്മങ്ങൾ പരിഗണിക്കപ്പെടുക നമ്മുടെ അന്ത്യസമയത്ത് നമ്മുടെ അവസ്ഥ എന്തെന്ന് നോക്കിയിട്ടാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മളിങ്ങനെ തിരികെ നടന്ന് തിന്മയിൽ അഭിരമിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മരണമെങ്കിൽ റബ്ബ് കണക്കാക്കുന്നത് കുറെ കാലങ്ങൾക്ക് മുമ്പ് ഏതെയോ റമദാൻ ഉപയോഗപ്പെടുത്തിയവനായിക്കൊണ്ടല്ല, മരിക്കുന്ന സമയത്ത് നമ്മുടെ അവസ്ഥയാണെന്ന് പറയുമ്പോൾ നമുക്കൊരു ഇസ്തിഖാമത്ത് വേണം. നമ്മുടെ മുൻഗാമികൾ പോലും പടച്ചോനെ എനിക്കാ നല്ലൊരു മരണം കിട്ടുമോ എന്ന വിഷയത്തിൽ പേടിച്ചവരായിരുന്നു, പ്രാർത്ഥിച്ചവരായിരുന്നു, ബോധപൂർവമായി കർമ്മങ്ങൾ ഇനിയും കൊളുത്തിവെച്ചവരായിരുന്നു. മുൻഗാമികളുടെ വിഷയത്തിൽ നമുക്കത് കാണാൻ കഴിയും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് റഹ്മാനായ റബ്ബിനോട് നമ്മൾ ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കുക. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം. റഹ്മാനായ റബ്ബേ, ചെയ്തു വെച്ച മുഴുവൻ സൽക്കർമ്മങ്ങളും എത്ര വലിയ ഫാൾട്ടുകൾ വന്നിട്ടുണ്ടെങ്കിലും, എത്ര വലിയ പോരായ്മകൾ അതിലുണ്ടെങ്കിലും, റഹ്മാനായ റബ്ബേ, നിന്റെ കരുണ കൊണ്ട്, നിന്റെ ഔദാര്യം കൊണ്ട് എനിക്കത് നീ പുറത്തു തരണേ റബ്ബേ. സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. മാത്രമല്ല റഹ്മാനായ റബ്ബേ, ഈ തിരിച്ചുമടക്കം ഇന്നലത്തെ മഗ്രിബോടുകൂടെ സഹോദര പിശാച് സർവ്വവിധ കെട്ടും പൊട്ടിച്ച് നാം നേടിയെടുത്ത മുഴുവൻ സൽക്കർമ്മങ്ങൾ ഒരു തലക്കിൽ നിന്നും ഇല്ലാതെയാക്കാനും, നാം നേടിയെടുത്ത വിശുദ്ധി അത് ഇല്ലാതെ ആക്കാനും തരിപ്പണമാക്കാനും വേണ്ടി പ്രത്യേക പ്ലാനുകളുമായി കൊണ്ട് നമ്മുടെ പിന്നാലെ കൂടിയിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം മറന്നുകൊണ്ടാരും ഇവിടെ എണീറ്റു പോകരുത്. അതുകൊണ്ട് പിശാചിനെതിരെ ഇത്രയും സമയം റഹ്മാനായ റബ്ബ് നമുക്ക് വേണ്ടി പിശാചിനെ കെട്ടിയിട്ടു. ഇനി നമ്മുടെ ഡ്യൂട്ടി നമുക്ക് വേണ്ടി നാം കെട്ടിയിടണം. തഖ്വയുടെ കെട്ടിൽ പിശാച് നമ്മുടെ മുമ്പിൽ തോറ്റുപോകണം. അതിന് റഹ്മാനായ റബ്ബിനോട് നിരന്തരമായി ഇനിയും പ്രാർത്ഥിക്കണം. റബ്ബനാ ലാ തുസിഅ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ. അല്ലാഹുവേ, സ്വർഗ്ഗത്തിന്റെ വഴിയിലേക്ക് ഞങ്ങൾ ആനയിച്ചതിന് ശേഷം ഇതിൽ നിന്നും തെറ്റിപ്പോകുന്ന ഒരു ഗതികേട് ഞങ്ങൾക്ക് നീ നൽകരുതേ റബ്ബേ. ആത്മാർത്ഥമായി ഇനിയുള്ള നമസ്കാര വേളകളിൽ സഹോദര നമ്മൾ ചേർത്ത് വെക്കേണ്ടതുണ്ട്. അങ്ങനെ നിരന്തരമായ ജീവിതം മുഴുവനും നന്മയെ തേടി നടന്ന് നന്മയിൽ അങ്ങനെ ഊട്ടിയുറപ്പിച്ച് ഇസ്തിഖാമത്തോടുകൂടെ മുന്നോട്ട് പോകാൻ നമ്മൾ തീരുമാനിച്ചാൽ നമ്മളെ കാത്തിരിക്കുന്നത് ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹി വ തൗഫീഖിഹി സ്വർഗ്ഗം കണ്ടുകൊണ്ടുള്ള ഒരു മരണമായിരിക്കും. അല്ലാഹ് പറയാ, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് തുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായികതു അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ. എന്താ സഹോദരാ വാചകം? ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹു ആണെന്ന് പ്രഖ്യാപിച്ചു, തൗഹീദ് ഉൾക്കൊണ്ടു. ജീവിതത്തിന്റെ സകല മേഖലകളിലും എന്തെല്ലാം പ്രയാസങ്ങൾ ഉണ്ടായപ്പോഴും, എന്തെല്ലാം പ്രതിസന്ധികൾ ജീവിതത്തിന്റെ പിന്നാലെ വന്നപ്പോഴും റഹ്മാനായ റബ്ബിനോട് മാത്രം മനമുരുകി പ്രാർത്ഥിച്ചു. ഒരു ജാറത്തിലേക്കും അവർ പോയില്ല, ഒരു മക്ബറയിലേക്കും അവർ പോയില്ല. റഹ്മാനായ റബ്ബല്ലാത്തിടത്തിലേക്കും അവർ പോകാതെ റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ മാത്രം അവർ പ്രാർത്ഥിച്ചു. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചതുപോലെ, അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചതുപോലെ, മത്സ്യത്തിന്റെ വയറ്റിന്റെ ഉള്ളിൽ കടന്ന് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചതുപോലെ, ചെങ്കടലിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചതുപോലെ, ആദർശ പിതാവായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തീക്കുണ്ടാരത്തിന്റെ മുമ്പിൽ നിന്നപ്പോഴും ഹസ്ബിയല്ലാഹു വ നിഅ്മൽ വകീൽ എന്ന് ആത്മാർത്ഥമായി കൊണ്ട് തൗഹീദിനെ ഉൾക്കൊണ്ടതുപോലെ എനിക്കെന്റെ റബ്ബ് മതി എന്ന് അംഗീകരിക്കുകയും ചെയ്തു. എന്നിട്ട് സുമ്മസ്തഖാമു,
അതിന് സഹായകമായ സൽക്കർമ്മങ്ങളിലൂടെ അവൻ ഓടി നടന്നു, മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. നിർബന്ധവും ഐച്ഛികവുമായ ധാരാളക്കണക്കിന് നന്മകൾ ചെയ്തുകൊണ്ടേയിരുന്നു. അവൻ ഒരിക്കലും ഒരു സീസണിൽ മാത്രം ഒതുക്കിയില്ല. അവൻ നല്ലൊരു മരണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തു. എല്ലാ കാര്യങ്ങളിലും നല്ല നെയ്യത്ത് വെച്ച്, ഖബറിൽ എനിക്ക് രക്ഷപ്പെടണം, സിറാത്ത് പാലത്തിലുള്ള നടത്തം എനിക്ക് രക്ഷപ്പെടണം, ഹിജാബ് വിചാരണ എനിക്ക് എളുപ്പമാകണം, നാളെ സ്വർഗവും നരകവും കൊണ്ടുവരപ്പെടുമ്പോ അവിടെ എനിക്ക് രക്ഷപ്പെടണമെന്ന് ആത്മാർത്ഥമായി കൊണ്ട് ആഗ്രഹിച്ച് അവൻ ആ ഇസ്തിഖാമത്തിൽ തന്നെ തുടർന്നു. അവന്റെ ഭാഗത്തു നിന്നുള്ള പരിശ്രമം അവൻ പൂർത്തിയാക്കിയപ്പോ റഹ്മാനായ റബ്ബ ഭാഗ്യവന്മാരി ലോകവാസം വെടിയുന്ന രംഗം പറയാം. തതനസ്സലു അലൈഹിമുൽ മലായിക, അവനെ പിടികൂടാനതാ മലക്കുൽ മൗത്തും സംഘവും വരുന്നു. എന്താ അവർ പറയുന്നത്? അല്ലാ തഖാഫൂ, ഇനി നിങ്ങൾ ഒരിക്കലും ഭയക്കണ്ട, ഇനി നിനക്ക് ഭയമില്ല. ഈ മരണത്തോടു കൂടെ നിനക്ക് പോകാൻ നിൽക്കുന്ന 6 അടി മണ്ണിനെ കുറിച്ച് ആളുകൾ നോക്കി നിൽക്കുമ്പോൾ അവരുടെ കണ്ണ് നിറയും. ആളുകൾ നോക്കി നിൽക്കുമ്പോൾ ഒരു പക്ഷെ നിന്നെ കുറിച്ച് അവർ പരിതപിക്കും. പക്ഷെ നിനക്കിനി ഭയമില്ല. ഇത്തിരി പോന്ന ഖബറതാ നിന്റെ മുമ്പിൽ വിശാലപ്പെടും. സ്വർഗത്തിൽ നിന്നുള്ള കവാടം അവിടെ കഥാ തുറക്കപ്പെടും. ഇനിയുള്ള വേദനകൾ നിനക്കില്ല, ഇനിയുള്ള സങ്കടങ്ങൾ നിനക്കില്ല. പരലോകത്തെ കുറിച്ചൊരു പേടിയും ബേജാറും നിനക്ക് വേണ്ട. വലാ തഹ്സനൂ, ഒരു പക്ഷകാലത്തിൽ നീ മരിക്കുമ്പോ, ചെറിയ പ്രായത്തിൽ നീ മരിക്കുമ്പോ, ഒരു പക്ഷെ കല്യാണം കഴിഞ്ഞ് മധുവിധ ആഘോഷിക്കുന്ന സമയത്ത് മരിക്കുമ്പോ ലോകം നിന്റെ ഭാര്യ വിധവയെന്ന് വിളിച്ചിരിക്കും. ഒരു പക്ഷെ പിഞ്ചു കുഞ്ഞ് പിറന്ന് അതിനെ ഒന്ന് കൊച്ചിച്ച് തീർക്കുന്നതിന് മുൻപ് റബ്ബ് നിന്നെ കൊണ്ടുപോകുമ്പോ തൊട്ടിലിൽ കിടക്കുന്ന മകനെ നോക്കി, തൊട്ടിലിൽ കിടക്കുന്ന മകളെ നോക്കി ആളുകൾ യതീമെന്ന് വിളിക്കുമ്പോ സഹോദര, അവരെ കുറിച്ച് നിനക്ക് ബേജാറ് വേണ്ട, നിനക്കിന് ദുഃഖം വേണ്ട. അവരുടെ കാര്യങ്ങൾ നീ മുത്തക്കയാണെങ്കിൽ റബ്ബ് നോക്കിക്കോളും. നിന്റെ ഡ്യൂട്ടി വഅബ്ശിറൂ ബിൽ ജന്ന, വഅബ്ശിറൂ ബിൽ ജന്ന, നിനക്കൊരു സ്വർഗമുണ്ട്. ആ സ്വർഗത്തെ കുറിച്ച് മാത്രമാണ് നിനക്ക് നീ സന്തോഷിക്കാനുള്ളത്. ആ സ്വർഗം കൊണ്ട് നീ സന്തോഷിച്ചോ. ബിമാ കുൻതും തഅമലൂൻ, അബ്ശിറൂ ബിൽ ജന്നത്തില്ലതി കുൻതും തൂഅദൂൻ, നീ വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗം. പൊരിവയിലത്ത് നോമ്പ് നോറ്റും ഒരിറുക്ക് വെള്ളത്തിന് വേണ്ടി കണ്ടമിടറിയപ്പോ ശക്തമായ വേദന സഹിച്ചുകൊണ്ട് നീ ഖിയാമുൽ ലൈൽ നമസ്കരിച്ചപ്പോ എപ്പോഴും നീ ആഗ്രഹിച്ചത് വെള്ളമുണ്ടായിട്ട് നീ കുടിക്കാതിരുന്നതിന്റെ പിന്നിൽ എന്താ ലക്ഷ്യം? സ്വർഗമായിരുന്നില്ല സഹോദര. അവന്റെ പേഴ്സണൽ കാര്യത്തിന് വേണ്ടി നീക്കി വെച്ച ഒരു ഓഹരിയിൽ നിന്നും അതെടുത്തു കൊടുക്കുമ്പോൾ നീ ആഗ്രഹിച്ചത് ഒരു സ്വർഗമല്ലേ? ഏതേത് കർമ്മങ്ങളിലും നീ ആഗ്രഹിച്ച സ്വർഗമില്ലേ? നിനക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗം. ആ സ്വർഗം കൊണ്ടിതാ നീ ഇന്ന് സന്തോഷിച്ചോ സഹോദര. അങ്ങനത്തെ ഒരു മരണം നമുക്ക് വേണം. അങ്ങനത്തെ ഒരു മരണത്തിന്റെ ഉടമകളായിക്കൊണ്ട് ഇഹലോകവാസം വെടിയാൻ നമുക്ക് കഴിയണം. അതിന് ഇൻഷാ അല്ലാഹ് നേടിയെടുത്ത തഖ്വയും ജീവിത വിശുദ്ധിയും ഈമാനിക ഊർജവും കൈമുതലാക്കി പ്രാർത്ഥനയോടുകൂടെ പ്ലാനിങ്ങോടുകൂടെ ഒരു ദിവസം പോലും പിശാചിന് നമുക്കിടയിലേക്ക് കയറി വന്ന് അറ്റാക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മൾ കൊടുക്കാതെ രാവിലെയും വൈകുന്നേരമുള്ള അദ്കാറുകളൊക്കെ നമ്മൾ ചൊല്ലി റഹ്മാനായ റബ്ബിനോട് സുരക്ഷ ചോദിച്ച് ധാരാളക്കണക്കിന് ഇബാദത്തുകളുടെ ആ ഒരു സേഫിൽ സെക്യൂരിറ്റിയിൽ ജീവിതത്തെ കൊണ്ടുവന്ന് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഒന്നുമായിട്ടില്ല എന്ന ബോധത്തോടുകൂടെ നിരന്തരമായി കർമ്മത്തിന്റെ സ്വീകാര്യതയ്ക്ക് വേണ്ടി ചോദിക്കണം. സഹോദര, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി നമ്മൾ പണിയെടുക്കുക, നല്ലൊരു മരണത്തിന് വേണ്ടി നമ്മൾ കൊതിക്കുക. എല്ലാ ഖൈറും ബറക്കത്തും അല്ലാഹുവിന്റെ വിധികളും വിലക്കുകളും ഉൾക്കൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തുന്നതിലാണ് നമ്മൾ പരിപൂർണമായ ബോധം നമുക്കുണ്ടാകേണ്ടതുണ്ട്. റഹ്മാനായ റബ്ബ് അതിനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും എല്ലാ നിലക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ സ്വതക്ക ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്താണ് എന്ന് നമ്മൾ ആരും മറക്കരുത്. റഹ്മാനായ റബ്ബ് നമ്മുടെ എല്ലാവിധ കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. ഏറ്റവും നല്ല രൂപത്തിൽ ഇനി മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് റബ്ബ് നമുക്ക് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ദീർഘായുസ് നൽകാനും കിട്ടിയ ആയുസ് മുഴുവനും നന്മയിൽ ചേർച്ചു വെക്കാനും റഹ്മാനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇനിയും ഒരുപാട് റമദാനുകൾ റഹ്മാനായ റബ്ബ് നമുക്ക് നൽകട്ടെ. ലൈലത്തുൽ ഖദറിന്റെ ഓഫറുകൾ ഇനിയും റഹ്മാനായ റബ്ബ് നമുക്ക് നൽകട്ടെ. ഹജ്ജിനും ഉംറക്കും ഒക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് റഹ്മാനായ റബ്ബ് എല്ലാവിധ ഹലാലായ ഉദ്ദേശങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ചു കൊടുക്കുമാറാകട്ടെ. കടിച്ച് തിന്നുകൊണ്ടിരിക്കുന്ന വേദനകൾ സഹോദര, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. റഹ്മാനായ റബ്ബ് അവരുടെ എല്ലാവിധ പ്രയാസങ്ങളും ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. കടം കൊണ്ടും
അതേപോലെ തന്നെ രോഗം കൊണ്ടുമൊക്കെ വലഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ, സഹോദരിമാർ, എല്ലാവരുടെയും പ്രയാസങ്ങൾ റഹ്മാനായ റബ്ബ് മാറ്റി കൊടുക്കുമാറാകട്ടെ. ഇതിനേക്കാൾ സന്തോഷത്തോടുകൂടെ വിശുദ്ധിയോടുകൂടെ നാളെ സ്വർഗത്തിലും ഒരുമിച്ചിരിക്കാനുള്ള തൗഫീഖ് റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഉ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമുർ റഹീമീൻ. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി